നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ തിങ്കളാഴ്ച തൃപ്രയാർ ഏകാദശി ദിവസമാണ്. ഇന്നേ ദിവസം നമ്മൾ ഏകാദശി വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ കുടുംബ ഐശ്വര്യം നേടാമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്നും വ്രതം എടുക്കാൻ സാധിക്കാത്തവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. വൃശ്ചിക മാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയാണ് തൃപ്രയാർ ഏകാദശി. നാലമ്പലങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ വാർഷിക ആഘോഷം കൂടിയാണ് തൃപ്രയാർ ഏകാദശി. രാവണനെ നിഗ്രഹിച്ച് ധർമ്മം സംരക്ഷിക്കുന്നതിന് അവതരിച്ച ശ്രീരാമസ്വാമിയെ ഉപാസിക്കുന്ന ഈ ഏകാദശി ദിവസം ആചരിക്കുന്നത് അഭീഷ്ടസിദ്ധിക്കും ദുരിതമോചനത്തിനും വളരെ നല്ലതാണ്. ഡിസംബർ 15-നാണ് ഈ വർഷത്തെ തൃപ്രയാർ ഏകാദശി വരുന്നത്. പത്മപുരാണത്തിൽ പറയുന്നതിനനുസരിച്ച് ഏതൊരു വിധത്തിലുള്ള പാപവും നീക്കി മനഃശാന്തി നൽകാൻ സഫല ഏകാദശി അഥവാ ഈ ഒരു തൃപ്രയാർ ഏകാദശിക്ക് സാധിക്കും. വൃശ്ചികത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി ഗുരുവായൂർ ഏകാദശിയായും കൃഷ്ണപക്ഷ ഏകാദശി തൃപ്രയാർ ഏകാദശിയായും അറിയപ്പെടുന്നു. രണ്ട് ഏകാദശികൾക്കും ആചാരപരമായി വളരെയധികം പ്രാധാന്യമുണ്ട്. തൃപ്രയാറപ്പൻ്റെ ശൈവ ചൈതന്യം കാരണമാണ് ഇവിടെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി മുഖ്യമായത്. തൃപ്രയാർ ഏകാദശിയിലെ ഭഗവാന്റെ നിർമ്മാല്യ ദർശനവും ശ്രേഷ്ഠവും പുണ്യദായകവുമാണ്. ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞ ദേവനാണ് ചതുർബാഹുവായ തൃപ്രയാറപ്പൻ. ലക്ഷ്മി ദേവി ഭൂദേവി സമേതനായ തൃപ്രയാറപ്പനെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ ദുരിതവും ദാരിദ്ര്യവും നീങ്ങുമെന്നാണ് വിശ്വാസം. ഇനി നമുക്ക് ഈ ഏകാദശി വ്രതാചരണം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ലൗകിക സുഖമല്ല, പരമമായ മോക്ഷമാണ് ഏകാദശി വ്രതത്തിൻ്റെ ലക്ഷ്യം തന്നെ. സാധാരണ ഏകാദശി നോറ്റാൽ തന്നെ നമുക്ക് അളവറ്റ ഐശ്വര്യ അഭിവൃദ്ധികളൊക്കെ തന്നെ ഉണ്ടാകും. വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തി അനേക ജന്മങ്ങളിലെ പാപങ്ങൾ പോലും അകറ്റി ഒരു വ്യക്തിയെ മോക്ഷത്തിലേക്ക് എത്തിക്കാൻ ഈ വ്രതത്തിന് കഴിയും. ഏകാദശി നോൽക്കുന്നവർ ദശമി നാളിൽ, അതായത് തലേ ദിവസം ഒരിക്കലെടുത്ത് വേണം വ്രതം ആരംഭിക്കാനായിട്ട്. അന്ന് നിലത്തുറങ്ങരുത്, ദമ്പതികൾ ഒരുമിച്ച് കിടക്കുകയും അരുത്. ഏകാദശി ദിവസം അരിഭക്ഷണം ഒന്നും പാടില്ല, പഴങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. ഉപവാസം ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. തുളസി തീർത്ഥം മാത്രം കുടിച്ച് വ്രതം എടുക്കുന്നവരുണ്ട്, അതൊക്കെ കഠിനമായ വ്രതമാണ്. അങ്ങനെ എടുക്കാൻ സാധിക്കുന്നവർ മാത്രം അങ്ങനെയൊക്കെ എടുത്താൽ മതി. ഉച്ചയ്ക്ക് ലഘുഭക്ഷണം മാത്രം കഴിക്കാവുന്നതാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭഗവാന്റെ ജപമന്ത്രങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഏകാദശി ദിവസം രാവിലെ നമ്മൾക്ക് സൂര്യോദയത്തിന് മുൻപ് തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുഭ്രവസ്ത്രം, അതായത് വെളുത്ത വസ്ത്രം ധരിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലുക. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. വീട്ടിലിരുന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ വിഷ്ണു സഹസ്രനാമം, വിഷ്ണു ശതനാമ സ്തോത്രം, വിഷ്ണു അഷ്ടോത്തരം, ഭഗവത്ഗീത, നാരായണീയം, ഭാഗവതം തുടങ്ങിയ ഭഗവാന്റേതായിട്ടുള്ള എല്ലാ ജപമന്ത്രങ്ങളും ചെയ്യേണ്ടതാണ്. ഏകാദശി എടുക്കുന്നവർ ഏറ്റവും കൂടുതൽ ജപിക്കുന്ന ഒന്നാണ് പദഭംഗി കൊണ്ടുകൂടി ദിവ്യമായിട്ടുള്ള ശതനാമ സ്തോത്രം. അതുപോലെ നമുക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ശ്രീരാമ മൂലമന്ത്രം ഓം രാം രാമായ നമ എന്നീ മന്ത്രങ്ങളൊക്കെ കഴിയുന്നത്ര ചൊല്ലാവുന്നതാണ്. ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുകയും ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ക്ഷേത്രത്തിലൊക്കെ അരയാലും തുളസിയും ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടെ പോയിട്ട് ഇതിന് പ്രദക്ഷിണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് 7 തവണ പ്രദക്ഷിണം ചെയ്യുക. ജീവിതസന്ധികളിലൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഒരു പ്രദക്ഷിണം മൂലം ഭഗവാൻ നല്ല ഒരു വഴികാട്ടി തരുന്നതാണ്. ദുരിത നിവാരണമാണ് ഈ ഒരു വ്രതം നോൽക്കുന്നതിൻ്റെ പ്രധാന ഫലം. ഈ ദിവസം സാധുക്കൾക്ക് അന്നദാനം നടത്തുന്നതും വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും നമ്മൾ അറിയേണ്ട കാര്യം, ഏകാദശി വ്രതം നോറ്റാൽ ഫലം ഉറപ്പാണ്. എല്ലാ പാപങ്ങളും നശിക്കുകയും കുടുംബ ഐശ്വര്യത്തിന് കാരണമാവുകയും ചെയ്യുന്ന ഒരു വിശേഷപ്പെട്ട വ്രതമാണ് ഏകാദശി വ്രതം. ഈ ഏകാദശിയെ പത്മപുരാണത്തിൽ സഫല ഏകാദശി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സത്യത്തോടും ഭക്തിയോടും കൂടി ഈ വ്രതം അനുഷ്ഠിക്കുന്നവരുടെ ഏതാഗ്രഹവും സഫലമാകുമെന്നാണ് വിശ്വാസം. ഏകാദശി അനുഷ്ഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ദിവസത്തിൽ അരിഭക്ഷണം ഒന്നും പാകം ചെയ്യരുത്. അരിഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുമാണ്. കൂടാതെ ഇന്നേ ദിവസം തുളസിയില ഒന്നും നുള്ളരുത്. ലക്ഷ്മി ദേവി കുടിയിരിക്കുന്നതായാണ് തുളസിച്ചെടിയെ കണക്കാക്കുന്നത്. അതിനാൽ ഏകദേശം ഈ ദിവസവും നാളത്തെ ഒരു ദിവസവും തുളസിയിലയൊന്നും നുള്ളാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ തുളസിയില നുള്ളിയാൽ ലക്ഷ്മി ദേവിയുടെ കോപത്തിന് കാരണമാകുമെന്നും ഒരു വിശ്വാസമുണ്ട്.
അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നേ ദിവസം മുടി മുറിക്കരുത്, പകൽ സമയത്ത് തറ ചൂലുകൊണ്ട് അടിച്ചു വാരരുത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഇന്നേ ദിവസം വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്ക് ജപിക്കേണ്ട മന്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് 33 തവണയെങ്കിലും വിഷ്ണു ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും ഭക്തിയോടെ ജപിക്കുന്നത് അത്യുത്തമമാണ്. വ്രതമെടുക്കാൻ സാധിക്കാത്തവർ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി വ്രതമെടുക്കാത്തവർക്ക് ഷോഡശ മഹാമന്ത്രം ചൊല്ലാവുന്നതാണ്. അത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ളതാണ്. ഈ 16 നാമങ്ങൾ ജപിച്ചാൽ മാലിന്യങ്ങളകന്ന് മനസ്സ് സൂര്യനെ പോലെ തെളിവുറ്റതാകും. ഇത് ജപിക്കുന്നതിന് പ്രത്യേക നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല. ഈ നാമം നിരന്തരം ജപിക്കുന്ന ബ്രഹ്മഭക്തന്മാർ ബ്രഹ്മലോകത്തിലും ശിവഭക്തന്മാർ ശിവലോകത്തിലും വിഷ്ണു ഭക്തന്മാർ വിഷ്ണു ലോകത്തിലും എത്തിച്ചേരുന്നുവെന്നാണ് വിശ്വാസം. മുൻജന്മ പാപങ്ങളാണ് ഈ ജന്മത്തിൽ ഗ്രഹപ്പിഴകളുടെ രൂപത്തിൽ നമ്മെ ബാധിക്കുന്നത്. മുൻജന്മ പാപങ്ങളെ നീക്കുന്ന ഈ മന്ത്രം ജപിച്ചാൽ സകല ഗ്രഹപ്പിഴകളും ഒഴിവാകുമെന്നും വിശ്വാസമുണ്ട്. എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്ന മന്ത്രമാണെങ്കിലും ഈ ഏകാദശി ദിനത്തിൽ ഇത് ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അത് ഭഗവാന് ഏറെ പ്രിയപ്പെട്ട ഹരിവാസര സമയത്താണെങ്കിൽ അതിശ്രേഷ്ഠവുമാണ്. അതുപോലെ ഈ ഏകാദശി ദിനത്തിൽ ജപിക്കാവുന്ന മറ്റു മന്ത്രങ്ങളാണ് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. അതുപോലെ വിഷ്ണു ഗായത്രിയായ ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് ഈ മന്ത്രവും വിഷ്ണു മൂലമന്ത്രമായ ഭഗവാന്റെ അഷ്ടാക്ഷര മന്ത്രം, ദ്വാദശാക്ഷര മന്ത്രം എന്നിവ ഫലസിദ്ധിക്കായി 108 തവണ ജപിക്കുന്നതും വളരെ നല്ലതാണ്. അഷ്ടാക്ഷര മന്ത്രം ഓം നമോ നാരായണായയും ദ്വാദശാക്ഷര മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളതുമാണ്. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാനായിട്ട് ഈ ഒരൊറ്റ ദിവസം മതി. ഈ ഒരു ഏകാദശി ദിവസം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്തിത്തരും. ഇതിനെ പത്മപുരാണത്തിൽ സഫല ഏകാദശി എന്ന് പറയുന്നതും ഇതുകൊണ്ടാണ്. ഇനി ഈ ഏകാദശിയിലെ വളരെ പ്രധാനപ്പെട്ട സമയമായ ഹരിവാസര സമയം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും എപ്പോൾ വരെയാണെന്നാണ് പറയുന്നത്. ഹരിവാസര സമയം ഡിസംബർ 15-ാം തീയതി, അതായത് ഇന്ന് ഉച്ച കഴിഞ്ഞ് 3:59 മുതൽ നാളെ ഡിസംബർ 16 ചൊവ്വാഴ്ച വെളുപ്പിന് 3:59 വരെയാണ്. ഈ സമയം ഭഗവാൻ ഭൂമിയിലായിരിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഈ സമയം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാൻ അത് നടത്തിത്തരും. ഈ സമയത്ത് നമ്മൾ ഭഗവാന്റെ നാമമന്ത്രങ്ങളും ജപങ്ങളും കഴിയുന്നത്ര ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പാരണ വീടേണ്ടത് ഡിസംബർ 16-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 7:05 മുതൽ 9:10 വരെയുള്ള സമയത്താണ്. ഈ സമയം നമുക്ക് ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ തീർത്ഥം സേവിച്ച് പാരണ വീടാം. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരൊക്കെ ആണെങ്കിൽ വീട്ടിൽ തന്നെ തുളസി തീർത്ഥം തയ്യാറാക്കി തുളസി തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നലെ മുതൽ വ്രതമെടുത്തവർ കറക്റ്റായിട്ട് അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഒരു നേരം മാത്രം അരിഭക്ഷണം. ഇന്നേ ദിവസം കഴിയുന്നത്ര ഉപവാസം ഇരിക്കാൻ സാധിക്കുന്നവർ ഉപവാസം എടുക്കുക. ഏകാദശി വ്രതപുണ്യത്താൽ ഏവർക്കും തൃപ്രയാറപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.